ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ചക്കിട്ടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോവുകയാണ്. ഒരു ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങണം. അപ്പോൾ അതിനൊന്ന് കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിത്രയും ഷെമി വാഷിംഗ് മെഷീൻ ഉണ്ട്. അതിൻ്റെ ഉണക്കുന്നത് ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഏതായാലും ഫുൾ ഓട്ടോമാറ്റിക് ഒന്ന് വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ബാക്കി നമുക്ക് നേരിട്ട് കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബെഡിങ്, ടവൽ, ബ്ലാങ്കറ്റ് കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ വാഷിംഗ് മെഷീൻ വീട്ടിലെത്തി. അപ്പോൾ നമ്മളവിടുന്ന് പിന്നെ ബില്ലൊക്കെ കൊടുത്ത് അടിച്ചു കഴിഞ്ഞ് പോകാൻ ഒരു ഓട്ടോറിക്ഷയിൽ സാധനം അതിന് പോയി അമ്പച്ചാലാണ് അതിൻ്റെ അതങ്ങ് പോകും. അതിന് പോയി അമ്പച്ചാലേ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഇതിപ്പോ ഇവിടെ നിൽക്കാതെ മെല്ലെ നാക്കി കൊടുത്താൽ മതി. നമ്മൾ വിചാരിച്ചപ്പെട്ട അതാണ് എല്ലാം ഫുൾ ഓട്ടോമാറ്റിക് തന്നെ. അതാണ് ഇത് ഡോറ് കേടന്നാ അതിന്റെ പവർ പോയി. ഡോറ് പോയാലേ കറങ്ങൂല. തിന്നുമ്പോ പോയി ഡോറ് തുറക്കാൻ പറ്റൂല. അതൊക്കെ വേക്കലൊക്കെ അടിയുന്നു തുള്ളീനൊക്കെ പറഞ്ഞ് കെട്ടിയാക്കി. ഇനി മറ്റേ ഇതില്ലേ സർട്ടില്ലേ ഇതിലില്ലല്ലോ, മറ്റേൽ ഉണ്ടായിരുന്നല്ലോ. സർട്ടില്ലാത്ത വില കൂടിയതിനൊക്കെ കമ്മിയാണ്. നേരത്തെ 1 കിലോൻ്റെ സർപ്പുണ്ട്. ഓല് വരുവേ, ഓല് പൈപ്പ് വിറ്റത് ഓല് വരുവാന്ന്. ഓലല്ല അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. ഓല് പൈപ്പ് വിറ്റ് എടുക്കുമെന്ന് വെച്ചു. ഇവിടെ പ്ലഗ് ഇവിടെ ചെയ്താൽ മതിയോ? ഇതിലില്ല. അതിൽ വെച്ചാൽ മതി. എക്സ്റ്റൻഷൻ വല്ലതും ഉണ്ടോ? ആ, പിന്നെ വിളിച്ചാൽ മതി. ഇത് കറക്റ്റ് നിൽക്കില്ലെങ്കിലേ ഫ്ലോറിൽ കറക്റ്റ് നിൽക്കില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. തിരിച്ചു കൊടുത്താൽ മതി. ലെഗ് 2 അഡ്ജസ്റ്റ് ചെയ്യാനില്ലേ പളകുള്ള. നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി 4 പറ്റൂലേ? 4 പറ്റൂല. ഫ്രണ്ടിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ചില മോഡലിനനുസരിച്ച് ഇങ്ങനെ മാറണം. ഇതിപ്പോ എക്സ്റ്റൻഷൻ കിട്ടിയോ? ഓണാണോ? ഇത് പവർ ബട്ടണാണ്. പവർ ബട്ടൺ ഉണ്ട്. നമ്മൾ പ്ലഗ് കുത്തിയിട്ട് ഡിസ്പ്ലേ ഓൺ ആക്കാനുള്ള ബട്ടൺ അത് പവർ ബട്ടൺ. പിന്നെ ഇത് സ്റ്റാർട്ട് ബട്ടണാണ്. അതായത് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് ലിക്വിഡൊക്കെ ഇതിനകത്ത് ഒഴിക്കുക. സോപ്പ് പൊടിയാണ് ലിക്വിഡ് ആണെങ്കിൽ സോപ്പ് പൊടി അതിനേക്കാൾ നല്ലത് ലിക്വിഡായിട്ട് ഒഴിക്കാൻ. പിന്നെ അവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചാൽ മതി. അതിൻ്റെ ഉള്ളിലത്തത് എങ്ങനെ എടുക്കണ്ടേ? ഇവിടെ ഇത് കണ്ട് ചെറിയൊരു പിടുത്തല്ലേ, നോക്കിയാൽ മതി.
അതിനകത്തുണ്ടാവും നൂലുകളൊക്കെ ക്ലീൻ ആക്കിയിട്ട് അതേപോലെ വെക്കാം. ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാൻ ഡ്രസ്സ് ഇടുമ്പോൾ ഓറിനോട് ഇതാക്കണം കേട്ടോ. ശ്രദ്ധിക്കണം. മാക്സിമം ഡ്രസ്സ് വരെ എടുത്തിട്ടോ. പിന്നെ ഡോർ അടക്കണം. ഇങ്ങനെ ഓട്ടോമാറ്റിക് അടഞ്ഞോളും. നമ്മൾ ഒന്നായിട്ട് പ്രസ് ചെയ്ത് അടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഡിസ്പ്ലേ ബട്ടൺ, ഇത് സ്റ്റാർട്ട് ബട്ടണാണ്. ഇത് നിൽക്കിയാൽ വർക്കിംഗ് തുടങ്ങും. വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഡ്രസ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ പോസ് ബട്ടൺ നിൽക്കിയാൽ മതി. അപ്പോൾ പോസ് ചെയ്തിട്ട് ഈ ഡ്രസ്സ് വേണേൽ ആഡ് ചെയ്യാം. വർക്ക് ചെയ്യുന്നതിൻ്റെ ടൈമിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഇതിൽ ഫങ്ഷൻസ് വരുന്നുണ്ട്. അല്ല, ഇതാണ് ഫങ്ഷൻ്റെ സ്വിച്ച്. ഇന്നൊക്കെയാ ഓരോന്ന് മാറും. അല്ല, P1, P2, P3 ഈ ഭാഗമാണ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. P1, P2, P3, P4 അതിനനുസരിച്ച് ഇവിടെ വരും. ഇപ്പൊ P1 നടക്കുന്നത് ഓട്ടോ. ഓട്ടോ എന്തിനാ യൂസ് ചെയ്യാം? നമ്മൾ നോർമലി ഓട്ടോമാറ്റിക് മെഷീൻ സെൻസ് ചെയ്ത് വാഷ് ചെയ്യണം. ഓട്ടോയിൽ ഇട്ടാൽ നമുക്ക് എല്ലാ ലോഡും ഇടാം. അത് കോട്ടൺ, സിൽക്ക്, പോളിസ്റ്റർ, ജീൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഓട്ടോയിൽ ഇടണത് നല്ലത്. എല്ലാവരും നമ്മൾ നോർമൽ വാഷിങ്ങിനൊക്കെ ഓട്ടോയാണ് എല്ലാവരും യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രോഗ്രാം മാറ്റേണ്ട ആവശ്യം വരില്ല. അപ്പം നമ്മൾ ഈ പീന്ന് വെക്കേണ്ട പ്രോഗ്രാം മാറ്റേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഇതിന് വെക്കുക, ഇതിന് വെക്കാൻ മതി. വാഷിങ് തീർന്നുള്ളൂ. 59 മിനിറ്റ് കൊണ്ട് വാഷ്, റിൻസ്, സ്പിന്ന്. അപ്പം 3 കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് വരിക. ഏകദേശം ഫുള്ളായിട്ട് ഉണങ്ങൂല, ഏകദേശം ഉണങ്ങുള്ളൂ. പിന്നെ എക്കോ വാഷ്. എക്കോ പറഞ്ഞാൽ കറണ്ട് കൺസ്ട്രക്ഷൻ കുറവാകും ആ രീതിക്ക്. പക്ഷെ എന്നാലും നോർമൽ വാഷ് ചെയ്ത് രണ്ടും ഏകദേശം ഒരേമാതിരിയാവും. വെള്ളമെടുക്കൽ കുറച്ച് കുറവാകും എക്കോ ഇട്ടാൽ. പിന്നെ ക്വിക്ക് വാഷ് ഉണ്ട്. P3 ഉണ്ടല്ലേ ക്വിക്ക് വാഷ്. പെട്ടെന്ന് വാഷ് ചെയ്ത് കിട്ടും. അത് വാഷിങ്ങിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വാഷിങ്ങിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. പെട്ടെന്ന് വാഷ് ചെയ്തിട്ടാണ് P3 അല്ല ക്വിക്ക്. അതിൽ നമ്മൾ ചളി അധികം ഇല്ലാത്ത ഡ്രസ്സൊക്കെ ആണെങ്കിൽ, കുറച്ച് ഡ്രസ്സ് അല്ലെങ്കിൽ ചളി ഇല്ലാത്ത ഡ്രസ്സൊക്കെ നമുക്ക് ക്വിക്കിലോട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. പിന്നെ കോട്ടൺ ഡ്രസ്സുകൾ മാത്രം സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ ഇതിലിടാം. ശരിക്കും ഡെയിലി വാഷിൽ നമുക്ക് ഇത് ഉൾപ്പെടുത്താം. ഡെയിലി ഓട്ടോയോ അല്ലെങ്കിൽ കോട്ടണോ ഇട്ട് കൊടുക്കാം നമുക്ക് ഡെയിലി വാഷ്. പിന്നെ ഡീപ്പ് ക്ലീൻ ആണ് P5. ജീൻസ് അതേപോലെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിലിടാം. പിന്നെ P6 സാരി, ഡെലിക്കേറ്റിൻ്റെ തുണികൾ. പിന്നെ ഇതിനകത്ത് കട്ടി കൂടുതലുള്ള പൾപ്പ് അങ്ങനത്തെ ഒക്കെ ഇടാം P7. പിന്നെ P8 ഉണ്ട്. P8 പറഞ്ഞാൽ സ്പിന്ന്, റിൻസ് മാത്രം, വാഷിങ് ഉണ്ടാവില്ല. അതായത് റിൻസ് പിയലും ഉണങ്ങലും മാത്രമേ ഉണ്ടാവുള്ളൂ P8. പിന്നെ P9 ടപ്പ് ക്ലീൻ ആണ്. അത് നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ യൂസിങ്ങിന് അനുസരിച്ചാണ്. ഒരു 6 മാസം കൂടുമ്പോൾ കുറച്ചുനിന്ന് ലിക്വിഡ് മേടിക്കാൻ കിട്ടും. അത് ഒഴിച്ചിട്ട് ക്ലീൻ ആക്കണം. ഡ്രമ്മ് മാത്രം. പൗഡറും ഉണ്ട്, ലിക്വിഡും ഉണ്ട്. ലിക്വിഡാവും കൂടെ നല്ലത്. ആ ടപ്പ് ക്ലീൻ ഇട്ടിട്ട് ഡ്രസ്സ് ഇടാൻ പാടില്ല. ആ ടൈമിൽ ഡ്രസ്സ് ഇടാതെ ടപ്പ് ക്ലീൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ആക്കിയാൽ മതി. പിന്നെ 10 ഉണങ്ങാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത് റിൻസും ഉണ്ടാവും, സ്പിന്നും ഉണ്ടാവും. ഇത് സ്പിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മൺസൂണിൽ ഉണക്കൽ മാത്രം. അതിന് വേണ്ടി 10 ഇട്ട് കൊടുക്കാം. നോർമലി 1 അല്ലെങ്കിൽ 4 ഇട്ടാൽ മതി. 4 ഇങ്ങനെ നെക്കിട്ട് ഡെയിലി 4 വാഷ് ചെയ്യേണ്ടി വരും. ഓട്ടോയിലാകുമ്പോൾ ഒന്നും ചെയ്യേണ്ട. ഡയറക്റ്റ് ഇതിൽ നിൽക്കാം വാഷിങ് ആവും. പിന്നെ നമുക്ക് ഇതിലിപ്പോൾ സോക്കിങ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് നെക്കി കൊടുത്താൽ മതി. ഫംഗ്ഷൻ നെക്കിയാൽ സോക്കിങ് ആവും. അത് കുതിർത്തി വെക്കും. കുറച്ചു നേരം വെള്ളം എടുത്ത് കുതിർത്തി വെച്ചിട്ട് പിന്നെ മെഷീനിൽ വാഷിങ് തുടങ്ങുള്ളൂ. പിന്നെ വെള്ളം റീയൂസ് എടുക്കാൻ, ഈ സോക്കിങ്ങിൻ്റെ വെള്ളം റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീയൂസ്. അത് വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ വാട്ടർ ലെവൽ ഉണ്ട്. വാട്ടർ ലെവൽ ഒക്കെ ഈ പ്രോഗ്രാമിലൊക്കെ വാട്ടർ ലെവൽ ഓൾറെഡി ഓട്ടോമാറ്റിക് സെറ്റ് ആക്കാനും നമുക്ക് ചേഞ്ച് ചെയ്താൽ മാത്രമേ ഈ വാട്ടർ ലെവൽ നോക്കിയിട്ട് എന്തെങ്കിലും വേണ്ടി ചെയ്ത് കൊടുക്കാം. ലിറ്ററാണ് ഈ കാണുന്നത്. 2, 3, 4, 5 അങ്ങനെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടൈം ഡിലേ വരുന്നുണ്ട്. 2 മണിക്കൂർ, 3
ഇതിപ്പോൾ നമ്മളൊരു 5 മണിക്കൂർ ആക്കി ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് ലിക്വിഡൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ 5 മണിക്കൂർ കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക് ഓണായി. അതിന് വേണ്ടി ടൈം. ഇതിൻ്റെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉള്ളൂ? ചൈൽഡ് ലോക്ക് ചൈൽഡ് ലോക്ക് കുട്ടികൾ വന്ന് പ്രോഗ്രാം മാറാക്കാനേ ഇത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ചൈൽഡ് ലോക്ക് ആവും. കുട്ടികളുണ്ടാകുമ്പോൾ ചെയ്യുന്നതല്ല. വാഷിങ് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ലോക്കായി. അത് നമ്മൾ സ്റ്റാർട്ട് നിൽക്കിയാലേ ഇത് വർക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് ആവില്ല. സ്റ്റാർട്ട് നിർത്തിയിട്ട് രണ്ടും ഒരുമിച്ച് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച ചൈൽഡ് ലോക്കായി. ഇവിടെ കണ്ടില്ലേ? ഒഴിവാക്കണമെങ്കിൽ അതേപോലെ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒഴിവാകും ചെയ്യും. ഇതിന് ബെറ്റർ ആയിട്ടുള്ള ലിക്വിഡ് ഏതാ വാഷ് ചെയ്യാൻ? ഇതിന്റെ ബില്ല് ശരിയാണ്. എന്തിനാ കുട്ടികളെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട്